ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ പാർട്ടിൽ പൂർണ്ണ സ്വരാജ് വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഈ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? നമ്മൾക്ക് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങൾ, നമ്മൾ മീൻസ് നമ്മുടെ പൂർവികന്മാർ അല്ലെങ്കിൽ ഇപ്പോൾ ഗാന്ധിജി, മെയിനായിട്ട് നമ്മൾ ഫ്രീഡം കിട്ടിയ കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഗാന്ധിജീനെയാണല്ലേ. അപ്പോൾ അതുപോലെ കുറേ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ ചെയ്തിട്ടുള്ള ഓരോ സ്ട്രഗിളിൻ്റെ അനന്തരഫലമാണ് നമുക്ക് കിട്ടിയ ഫ്രീഡം അല്ലേ. അപ്പോൾ അതിലത്തെ സത്യാഗ്രഹങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് പൂർണ്ണ സ്വരാജാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണത് ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് പോലെയാണ് പറഞ്ഞു പോണത്. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനി കുറച്ചും കൂടി ഇപ്പോൾ ഇനി മലയാളത്തിൽ നല്ലപോലെ പറഞ്ഞു തരണമെന്നോ അങ്ങനെ നിങ്ങളുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ പൂർണ്ണ സ്വരാജാണ് പറയാനുള്ളത്. പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസോബീഡിയൻസ്. The Labour session of the Indian National Congress held in 1929 under the chairmanship of Jawaharlal Nehru was a turning point in the history of freedom movement in India. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു ഫ്രീഡത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററിയിൽ ശരിക്കും പറഞ്ഞൊരു ടേണിംഗ് പോയിൻ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലാബർ സെഷൻ വെച്ചത്. അത് ആരുടെ ചെയർമാൻഷിപ്പിലായിരുന്നു? ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെയർമാൻഷിപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1929 ലാബർ അല്ല ലാഹോർ സെഷൻ കേട്ടോ. ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോൾ ലാബർ എന്നാണ് വായിച്ചത്, ലാഹോർ സെഷൻ അത് വെച്ചത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു ടേണിംഗ് പോയിൻ്റ് ആണ്. ദി സെഷൻ ഡിക്ലെയർഡ് ദാറ്റ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് ടു അറ്റൈൻ കംപ്ലീറ്റ് ഫ്രീഡം ഫോർ ദി കൺട്രി. അപ്പോൾ ശരിക്കും ഇത് എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ശരിക്കും എന്താവും? നമ്മൾ ഫ്രീഡത്തിൻ്റെ നമ്മുടെ കൺട്രിയുടെ ഫുൾ ഫ്രീഡം ആവും എന്നാണ് പറയുന്നത്. പൂർണ്ണ സ്വരാജ് എന്നതിൻ്റെ മീനിങ് തന്നെ എന്താണ്? കംപ്ലീറ്റ് ഫ്രീഡം ഫോർ ദി കൺട്രി. നമ്മുടെ രാജ്യത്തിന് വേണ്ട കംപ്ലീറ്റ് ഫ്രീഡം എന്നാണ് പൂർണ്ണ സ്വരാജിൻ്റെ മീനിങ് വരുന്നത്. ഇറ്റ് ഓൾസോ റിസോൾവ് ടു സ്റ്റാർട്ട് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി. അപ്പോൾ ഇത് നമ്മൾ നേടിയെടുക്കുക അല്ലെങ്കിൽ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആരുടെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ്? ഡിസോബീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓരോ റൂൾസ് കാര്യങ്ങളൊന്നും നമ്മൾ അംഗീകരിക്കാണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബേ ചെയ്യാണ്ട്, അതാണ് ഡിസോബീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആരുടെ ലീഡർഷിപ്പിലായിരുന്നു? മഹാത്മാഗാന്ധിയുടെ ലീഡർഷിപ്പിലായിരുന്നു. With the civil disobedience, Gandhiji meant to disobey all anti-popular and anti-democratic civil laws made by British government. അപ്പോൾ ഈ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം പോപ്പുലർ അല്ലാത്ത അതുപോലെ പിന്നെ ജനങ്ങൾക്ക് നല്ലതല്ലാത്ത ഡെമോക്രാറ്റിക് അല്ലാത്ത അങ്ങനത്തെ ലോസൊക്കെ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അങ്ങനത്തെ ലോസൊക്കെ ഡിസൊബേ ചെയ്യാണ് ഇവിടെ ഉണ്ടായത്. ആര്? ഗാന്ധിജി. ആസ് എ പാർട്ട് ഓഫ് ദിസ് മൂവ്മെൻറ്റ് ഗാന്ധിജി പ്രപ്പോസ് ദി ഫോളോയിങ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഗാന്ധിജി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊപ്പോസൽസ് പുട്ട് ഫോർവേഡ് ബൈ ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജി മുന്നോട്ട് വെച്ച കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ബ്രിട്ടീഷുകാർ ഇങ്ങനെ ടാക്സ് കൂട്ടുന്നുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ നല്ല പോലെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് നമ്മളെ ഭരിക്കാനും നമ്മളെ ടാക്സ് കൂട്ടുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നേരെ അവർക്ക് തിരിച്ചൊരു പണി കൊടുക്കാമെന്ന് പറയില്ലേ, ആ ഒരു മീനിങ് പോലെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്താണ് ഗാന്ധിജി എന്തൊക്കെയാണ് പറഞ്ഞത്? ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്, ഉപ്പിൻ്റെ ടാക്സ് കൂട്ടാം. ടു ഡിക്ലെയർ 50% ടാക്സ് റിലാക്സേഷൻ ഫോർ ഫാമേഴ്സ്. ഇതിൽ 50% ടാക്സ് റിലാക്സേഷൻ എന്താണ്? ഫാമേഴ്സിന് കൊടുക്കുക. ടു ഇൻക്രീസ് ദ ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഫോറിൻ ക്ലോത്ത്സ്. അപ്പോൾ ഫോറിൻ ക്ലോത്ത്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? പൈസ കൂട്ടണം. ഫോറിൻ ക്ലോത്ത്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് പൈസ കൂട്ടണം. ഇമ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ലേ, അതാണ് പറയുന്നത്. ടു റിലീസ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഇപ്പോൾ കുറേ രാഷ്ട്രീയപരമായിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ തടവിലാക്കിയിട്ടുണ്ട്, അവരൊക്കെ റിലീസ് ചെയ്യുന്നു. ടു കട്ട് ഷോർട്ട് മിലിറ്ററി ബഡ്ജറ്റ് ആൻഡ് ഹൈ സാലറി ഓഫ് ടോപ്പ് ഒഫീഷ്യൽസ്. അതുപോലെ തന്നെ മിലിറ്ററി ബഡ്ജറ്റും പിന്നെ കുറേ ഒഫീഷ്യൽസിന് ഉന്നത ഉദ്യോഗസ്ഥർക്കൊക്കെ ഉള്ള ഹൈ സാലറി ഒക്കെ ഇല്ലേ, അതൊക്കെ വെട്ടിക്കുറയ്ക്കണം എന്ന് പറയാണ്. ടു
ഡിസോൾവ് ദ സീക്രട്ട് സർവീലിയൻസ് വിൻ ഫോം ടു വാച്ച് ഇന്ത്യൻസ്. എന്ന് വെച്ചാൽ എന്താ, ഇന്ത്യക്കാരെ ഇങ്ങനെ നമ്മളെ നിരീക്ഷിക്കുന്ന കുറേ ആൾക്കാർ, നമ്മൾ കാണാണ്ട് നമ്മളെ സീക്രട്ടായിട്ട് നിരീക്ഷിക്കുന്ന കുറേ ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവരൊക്കെ മാറ്റണം എന്ന് പറയാണ്. ടു സ്റ്റാർട്ട് കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ്. അപ്പോൾ തീരദേശത്തൊക്കെ ഇങ്ങനെ ഷിപ്പിംഗ് സർവീസിനൊക്കെ ഷിപ്പിംഗ് സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ടു ഇംപ്ലിമെൻറ്റ് പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ. അപ്പോൾ എന്താണ്, മദ്യമൊക്കെ നിരോധിക്കുക. ഇതൊക്കെയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലെറ്റ്സ് എക്സാമിൻ ദ റീസൺസ് വൈ ഹീ സെലക്ടഡ് സോൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്ക് എതിരെ ഏറ്റവും ഒരു പവർഫുൾ വെപ്പണായിട്ട് ഗാന്ധിജി എന്തുകൊണ്ടാണ് സാൾട്ടിനെ തിരഞ്ഞെടുത്തതെന്നാണ് ഇവിടെ പറയുന്നത്. സാൾട്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 2/5 പോർഷൻ ഓഫ് ദ ഇൻകം കളക്റ്റഡ് ബൈ ബ്രിട്ടീഷ് ത്രൂ ടാക്സസ്. അപ്പോൾ ഈ സാൾട്ട് ടാക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 2/5 സാൾട്ട് ടാക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ 2/5 ബ്രിട്ടീഷുകാർക്ക് ടാക്സ് ആയിട്ട് കിട്ടുന്നത് എന്തിലൂടെയാണ്? സാൾട്ടിലൂടെയാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടാക്സ് വാസ് എ ഹെവി ബേർഡൻ ഫോർ പുവർ പീപ്പിൾ. അപ്പോൾ ഈ ഒരു ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർ അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ഹെവി ആയിട്ടുള്ളൊരു ടാക്സാണ്. അവർക്കത് ഭയങ്കര ഒരു ബാധ്യതയാണ്. ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് ബാൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡിജിനസ് സാൾട്ട് പ്രൊഡക്ഷൻ. അപ്പോൾ ചെറിയ തോതിലുള്ള സാൾട്ട് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? ബാൻ ചെയ്തിട്ടുണ്ട്. ദർ വാസ് 3-fold ഹൈക്ക് ഓൺ സാൾട്ട് പ്രൈസ്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ വിലയൊക്കെ ഉണ്ടല്ലോ, അത് 3 ഇരട്ടിയായിട്ട് ഇവിടെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ദി ഡിമാൻഡ് ഫോർ ലിഫ്റ്റിംഗ് സോൾട്ട് ടാക്സ് വാസ് എ സ്ലോഗൻ സ്യൂട്ടബിൾ ടു ഇൻസ്പയർ ഓൾ സെഗ്മെൻറ്റ്സ് ഓഫ് ദ സൊസൈറ്റി. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും എല്ലാവരും അംഗീകരിച്ച അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവർക്കും ഉപകാരപ്രദമായൊരു മുദ്രാവാക്യം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സ്ലോഗൻ അത് തന്നെയായിരുന്നു സോൾട്ട് ടാക്സ്, അതിൻ്റെ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഗാന്ധിജി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാനുള്ളതാണ്. അടുത്തത് എന്താ? ഇൻസ്പയറിംഗ് ബൈ ദി കോൾ ഓഫ് ഗാന്ധിജി, പീപ്പിൾ ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി സ്റ്റാർട്ടഡ് ടു പ്രൊഡ്യൂസ് സോൾട്ട് ഓൺ ദെയർ ഓൺ വയലേറ്റിംഗ് ദ ബ്രിട്ടീഷ് റെഗുലേഷൻസ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഓരോ നിബന്ധനകളും കാര്യങ്ങളൊക്കെ മറികടന്നിട്ട് ഗാന്ധിജി പറയുന്നത് കേട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ സ്വന്തമായിട്ട് എന്താണ്, സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതെന്തിനാണ്? ബ്രിട്ടീഷുകാരുടെ ലോസൊക്കെ വയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പയ്യന്നൂർ ഇൻ കേരള, വേദരണ്യം ഇൻ തമിഴ്നാടു, ബോംബെ ഇൻ മഹാരാഷ്ട്ര, നവാക്കാലി ഇൻ ബംഗാൾ ആൻഡ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് were some of the centers of this protest. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. As a part of the protest, volunteers made salt and distributed it to the public, hoisted national flag and chant anti-British slogans. അപ്പോൾ ഇവിടെ എന്താ പറയണേ, ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടായിട്ട് വോളണ്ടിയേഴ്സ് സോൾട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പബ്ലിക്കിന് വിതരണം ചെയ്തു. മാത്രമല്ല ഇന്ത്യൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു. ഇന്ത്യൻ ഫ്ലാഗ് മീൻസ് നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു. പിന്നെ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള സ്ലോഗൻസൊക്കെ പറഞ്ഞു. ദ ബ്രിട്ടീഷ് പോലീസ് സെവർലി ടോർച്ചർഡ് എ ടീം ഓഫ് വോളണ്ടിയേഴ്സ് ലെഡ് ബൈ സരോജിനി നായിഡു ഹു ഹാഡ് സെറ്റ് ഔട്ട് ടു ദരാസന സോൾട്ട് ഫീൽഡ് ഇൻ ഗുജറാത്ത്. ഗാന്ധിജി വാസ് അറസ്റ്റഡ് ആൻഡ് മൂവ്മെൻറ്റ് വാസ് സപ്രസ്ഡ് കൊളോസ്ലി. അപ്പോൾ എന്താ ഇവിടെ ഉണ്ടായത്? ബ്രിട്ടീഷ് പോലീസ് വന്നിട്ട് ഇവരെ ടോർച്ചർ ചെയ്യുകയാണ് ചെയ്തത്. ഇതിൽ ഏത് വോളണ്ടിയറിൻ്റെ കീഴിലുള്ള ആൾക്കാരെയാണ് ടോർച്ചർ ചെയ്തത്? സരോജിനി നായിഡു കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ സരോജിനി നായിഡുവിൻ്റെ ആ ഒരു കീഴിലുള്ള ആ ഒരു ടീമിനെയാണ് പോലീസുകാർ വന്നിട്ട് ടോർച്ചർ ചെയ്തത്. അങ്ങനെ ഗാന്ധിജി അറസ്റ്റ് ആവുകയാണ്. അങ്ങനെ ഈ ഒരു മൂമെൻറ്റ് അവിടെ ശരിക്കും പറഞ്ഞാൽ ബന്ധിക്കപ്പെടുകയാണ്. ഗാന്ധിജി അറസ്റ്റ് ആയല്ലോ. അങ്ങനെ ദി ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യയാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകാൻ ഉള്ള അങ്ങനെ ഒരു മീനിങ് ആണല്ലോ വരുന്നത്. അവിടെ ഗാന്ധിജി ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ദിസ് വാസ് ദ കോൾ ഓഫ് ഗാന്ധിജി ഇൻ ദി കോൺഫറൻസ് ഓഫ് ദ നാഷണൽ കോൺഗ്രസ് held in Bombay in 1942. The Quit India movement was the last popular protest organized by the Indian National Congress under the leadership of Gandhiji. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും അവസാനത്തെ എന്താ പറയുക പോപ്പുലർ ആയിട്ടുള്ള
ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. അത് ഗാന്ധിജിയുടെ ലീഡർഷിപ്പിലായിരുന്നു. ക്വിറ്റ് ഇന്ത്യ വാസ് യെറ്റ് അനദർ പോപ്പുലർ മൂവ്മെൻറ്റ് ലൈക്ക് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള വേറൊരു മൂവ്മെൻറ്റാണ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ മാസ് മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഐഡിയോളജി ഓഫ് നോൺ വയലൻസ് മീൻ ടു ഫോഴ്സ് ദ ബ്രിട്ടീഷ് ടു ലീവ് ദ കൺട്രി ഓഫറിങ് കംപ്ലീറ്റ് ഫ്രീഡം ടു ഇന്ത്യൻസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വയലൻസ് ഒന്നും ഇല്ലാണ്ട്, വയലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഹിംസ. അപ്പോൾ വയലൻസ് ഒന്നും ഇല്ലാണ്ട് ബ്രിട്ടീഷുകാരോട് നമ്മുടെ ഇന്ത്യ വിട്ട് പോയിട്ട് നമുക്ക് ഫ്രീഡം തരണം, അങ്ങനെ നമുക്ക് ഫ്രീഡം ഇന്ത്യൻസിന് വേണം എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പോകാൻ പറയുന്ന അങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റാണ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫാക്ടേഴ്സൊക്കെ നോക്കാം. റിലക്റ്റൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ടു ഇംപ്ലിമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഭരണഘടന, ആ ഒരു ഭരണഘടനയുടെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, അത് ബ്രിട്ടീഷുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതുപോലെ പബ്ലിക് ഡിസ്ഗസ്റ്റ് വിത്ത് ദ പ്രൈസ് ഹൈക്ക് ആൻഡ് ഫാമിൻ. ഈ വിലക്കയറ്റം അതുപോലെ പട്ടിണി അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ നമ്മുടെ പബ്ലിക്കിനുള്ളൊരു വെറുപ്പ്, അതൊക്കെയാണ് പറയുന്നത്. ദി അസംഷൻ ദാറ്റ് ദ ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇങ്ങനെ ഒരു തോന്നൽ, അവരെന്താണ് സെക്കൻഡ് വേൾഡ് വാറിൽ അവർ തോറ്റു പോകുമെന്നുള്ളൊരു തോന്നൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആസ് പാർട്ട് ഓഫ് ദിസ് മൂവ്മെൻറ്റ് ഗാന്ധിജി കോൾഡ് ഫോർ ദ ഫോളോയിങ്: പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഷാൾ റെക്കഗ്നൈസ് ദ സോവറിനിറ്റി ഓഫ് ദെയർ പീപ്പിൾ. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളൊക്കെ അവരുടെ ജനങ്ങളെ അംഗീകരിക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ റൈറ്റ്സിനെ അംഗീകരിക്കുക, അതൊക്കെയാണ്, അല്ലെങ്കിൽ ജനങ്ങളെ അംഗീകരിക്കുക, ഇതൊക്കെയാണ് ഫസ്റ്റത്തെ പറയുന്നത്. ഫാമേഴ്സ് ഷാൾ നോട്ട് പേ ലാൻഡ് ടാക്സ്. അപ്പോൾ ഫാമേഴ്സ് ഒന്നും ലാൻഡ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഷാൾ ഡിസ്ക്ലോസ് ദെയർ ലോയാലിറ്റി ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിതൗട്ട് റിസൈനിങ് ദെയർ പൊസിഷൻസ്. അപ്പോൾ ഗവൺമെൻറ് ഒഫീഷ്യൽസൊക്കെ അവരുടെ പൊസിഷൻസ് ഒന്നും റിസൈൻ ചെയ്യാണ്ട് തന്നെ അവർ ഇന്ത്യയോടുള്ള ബഹുമാനമൊക്കെ പുലർത്താം, ഇന്ത്യയോടുള്ള നീതിയൊക്കെ പുലർത്താമെന്ന് പറയില്ലേ. കാരണം ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കാരെ വഞ്ചിക്കാണ്ട്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. വിതൗട്ട് ക്വിറ്റിംഗ് ദയർ പൊസിഷൻസ് ഇൻ ആർമി സോൾജിയേഴ്സ് ഷാൾ ഡിസ്ഒബേ ഓർഡേഴ്സ് ടു ഷൂട്ട് ആൻഡ് കിൽ ഇന്ത്യൻസ്. നമ്മുടെ ആർമിയിലത്തെ ജോബ് അല്ലെങ്കിൽ പൊസിഷൻസ് ക്വിറ്റ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻസിനെ കൊല്ലാനായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻസിന് എതിരുള്ള ഓരോ റൂൾസൊക്കെ ഇല്ലേ, അതൊക്കെ അംഗീകരിക്കാണ്ട് നിൽക്കാനൊക്കെയാണ് പറയുന്നത്. ഇഫ് പോസിബിൾ സ്റ്റുഡൻസ് ഷാൾ ബോയ്കോട്ട് എഡ്യൂക്കേഷൻ ടിൽ അറ്റൈനിങ് ഫ്രീഡം. ഇത് നമ്മൾ സ്റ്റുഡൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കും അല്ലേ, പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പറ്റുവാണെങ്കിൽ ഇഫ് പോസിബിൾ സ്റ്റുഡൻസ് ഷാൾ ബോയ്കോട്ട് എഡ്യൂക്കേഷൻ ടിൽ അറ്റൈനിങ് ഫ്രീഡം. അപ്പോൾ എന്താ പറയുക, പറ്റുവാണെങ്കിൽ ഫ്രീഡം കിട്ടുന്നവരെ സ്റ്റുഡൻസ് സ്കൂളിലൊന്നും പോകണ്ടെന്ന്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നിർത്തിവെക്കാനാണ് പറയുന്നത്. The British government suppressed the movement very severely and arrested leaders including മഹാത്മാ ഗാന്ധി. അങ്ങനെ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ മൂവ്മെൻറ്റിനെ ഭയങ്കരമായിട്ട് അടിച്ചമർത്തി മാത്രമല്ല നമ്മുടെ ലീഡേഴ്സിനെയും മഹാത്മാഗാന്ധി അടങ്ങുന്ന ലീഡേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്തു. ഇൻ പ്രൊട്ടസ്റ്റ് ദ അൺകൺട്രോൾഡ് മോബ് ഡെമോളിഷ്ഡ് ഗവൺമെൻറ് ഓഫീസസ്, ഇലക്ട്രിക് ലൈൻസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ കാര്യമായിട്ട് കൺട്രോൾഡ് മോബ്, അപ്പോൾ എന്താ അൺകൺട്രോൾഡ് മോബ് എന്ന് പറയുമ്പോൾ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ജനങ്ങൾ ഗവൺമെൻറ് ഓഫീസും ഇലക്ട്രിക് ലൈൻസും അതുപോലെ ട്രാൻസ്പോർട്ടേഷനും എല്ലാം ഇങ്ങനെ നശിപ്പിച്ചു. അറ്റ് ദ എൻഡ് ഓഫ് 1942 ഇന്ത്യ വാസ് അണ്ടർ ദ ഫയർ ഓഫ് പോപ്പുലർ അൺറെസ്റ്റ്. അങ്ങനെ 1942 എന്താണ്, ഇന്ത്യ ജനങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ തിരിച്ചു കിട്ടുകയാണ് ഇന്ത്യനെ. The Quit India movement was a clear indication of people's determination to grab freedom for their country. ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾസിൻ്റെ അവരുടെ ഡിറ്റർമിനേഷനാണ്. പീപ്പിൾസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്രീഡം കിട്ടാൻ, അവരുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാനായിട്ട് പീപ്പിൾസ് നടത്തിയ അവരുടെ ഡിറ്റർമിനേഷനാണ് ശരിക്കും പറഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്താണ് ഓൾട്ടർനേറ്റീവ് പാത്ത്സ്. This is how Subhash Chandra Bose responded to Gandhiji's decision to withdraw the non-cooperation movement following the Chowri Chowra incident. അപ്പോൾ ചൗരി ചൗര ഇൻസിഡൻറ്റ് ഉണ്ടായ ടൈമിൽ ഗാന്ധിജി എടുത്ത ഓരോ നിലപാടുകൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ എഴുതിയിട്ടുള്ളത്.
Many such movements and the persons who had difference of opinions towards the Gandhian approach to the struggle for independence also played crucial roles in attaining freedom for our country. അപ്പോൾ ഗാന്ധിജിയുടെ കുറേ നയങ്ങൾ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ റൂൾസും കാര്യങ്ങളൊന്നും കുറേ ലീഡേഴ്സിനൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്തുകൊണ്ടാണ്? അഹിംസയാണല്ലോ. അപ്പോൾ അതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ശരിക്കും പറഞ്ഞൊരു ക്രൂഷ്യൽ നമ്മുടെ കൺട്രിക്ക് എന്താ പറയുക, ഫ്രീഡം കിട്ടുന്നതിന് തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെയർ ഒബ്ജക്റ്റീവ് വാസ് ഓൾസോ നത്തിങ് ബട്ട് ഇന്ത്യസ് ഫ്രീഡം ഫോർ കൊളോണിയൽ ക്ലച്ചസ്. C.R. Das and Motilal Nehru, who opposed Gandhian idea of boycott movement, formed the Swaraj Party in 1923. അപ്പോൾ C.R. ദാസും മോട്ടിലാൽ നെഹ്റു ഇവർ രണ്ടുപേർക്കും ഗാന്ധിയൻ ഐഡിയയോടൊന്നും അല്ലെങ്കിൽ ഓരോ അവരുടെ ഗാന്ധിയൻ ഐഡിയ ഓരോ മൂവ്മെൻറ്റ്സ് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ദേ ആർഗ്യൂഡ് ഫോർ മേക്കിംഗ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആസ് പ്ലാറ്റ്ഫോംസ് ഫോർ റേസിംഗ് അവർ വോയിസസ് ഇൻസ്റ്റെഡ് ഓഫ് ബോയ്ക്കോട്ടിംഗ് ദം ആൻഡ് ദേ കോണ്ടസ്റ്റഡ് ഇലക്ഷൻസ്. അപ്പോൾ അവരുടെ ഒരു താല്പര്യപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് തുടങ്ങുന്നതൊക്കെയായിരുന്നു അവരുടെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രാജുവലി ദ ഒപ്പോസിഷൻ ടു ഗാന്ധിയൻ മെത്തേഡ് ഓഫ് സ്ട്രഗിൾ ഇൻറ്റൻസിഫൈഡ്. അങ്ങനെ എന്താണ് ഈ ഗാന്ധിയൻ മെത്തേഡിനോടുള്ള ഒപ്പോസിഷനൊക്കെ അവിടെ ഒരു സ്ട്രഗിളായിട്ട് വരികയാണ്. റെവല്യൂഷണറീസ് ഫ്രം പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ ഗാദേർഡ് ഇൻ ഡൽഹി ആൻഡ് ഫോംഡ് ദ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഇൻ 1928. അപ്പോൾ 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അവിടെ ഫോം ചെയ്തു. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ് വെർ അറ്റ് ദ ഹെൽം ഓഫ് ദിസ് മൊമെൻറ്റ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൻ്റെ ലീഡേഴ്സിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദേ ഫ്ലോട്ട് എ മിലിറ്ററി വിങ് കോൾഡ് റിപ്പബ്ലിക്കൻ ആർമി ഫോർ ആംഡ് റെവല്യൂഷൻ. അങ്ങനെ ഒരു ആർമിയൊക്കെ അവരുണ്ടാക്കി. അപ്പോൾ ആ ഒരു ആർമിയുടെ അവരുടെ ആ ഒരു മിലിറ്ററി വിങ്ങിൻ്റെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്നത്. ദെയർ പ്ലാൻ വാസ് ടു ഓവർത്രോ ദ കൊളോണിയൽ ഗവൺമെൻറ് ത്രൂ മിലിറ്ററി ആക്ഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ് എ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. അപ്പോൾ എന്താ പറയുക, ഇവരുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അവരൊക്കെ ഇങ്ങനെ ഓവർത്രോ ചെയ്യുക, എന്താണ് മിലിറ്ററി ആക്ഷനൊക്കെ, അതൊക്കെയായിരുന്നു ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഇൻ ലാഹോർ, ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ് ഷോട്ട് ടു കിൽ സോണ്ടേഴ്സ്, ദ പോലീസ് ഓഫീസർ ഹു വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ലാത്തി ചാർജ് ദാറ്റ് ഹാഡ് ലെഡ് ടു ദ ഡെത്ത് ഓഫ് നാഷണൽ ലീഡർ ലാലാ ലജ്പത് റായ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇൻ ലാഹോർ, ഭഗത് സിംഗ്. അപ്പോൾ ലാഹോറിൽ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഷോട്ട് ടു കിൽ സോണ്ടേഴ്സ്. അപ്പോൾ അവരെന്താണ് സോണ്ടേഴ്സിനെ കിൽ ചെയ്യാണ്. ദി പോലീസ് ഓഫീസർ ഹു വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ലാത്തി ചാർജ് ദാറ്റ് ഹാഡ് ലെഡ് ടു ദ ഡെത്ത് ഓഫ് നാഷണൽ ലീഡർ ലാലാ ലജ്പത് റായ്. അപ്പോൾ ലാലാ ലജ്പത് റായ് മരിച്ച അല്ലെങ്കിൽ ആളുടെ മരണത്തിൽ ലാത്തി ചാർജ് ഉണ്ടായിരുന്ന പോലീസുകാരെ കൊല്ലണ ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. ഭഗത് സിംഗ് ആൻഡ് ബട്കേശ്വർ ദുട്ട് ത്രൂ bombs at the Central Legislative Assembly to protest against the attempt to pass laws curtailing civil rights. They were arrested and sent to jail. അപ്പോൾ എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അവിടെ ബോംബ് ഇടയ്ക്കാണ് ചെയ്തത്. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ജയിലിൽ അവർ പോവാണ്. On March 23, 1931, Bhagat Singh, Rajguru and Sukhdev were hanged to death by British government. അങ്ങനെ മാർച്ച് 23, 1931 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് അവരെയൊക്കെ തൂക്കിലേറ്റി ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊന്നുകളഞ്ഞു. Given below are the name of some revolutionary organization and their leaders who dedicated their life to attaining freedom for India. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവരുടെ പേര് ഒക്കെയാണ് നമ്മുടെ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരാൾക്കാരുടെ പേരാണ് ഇവിടെ ഉള്ളത്. ടേക്കിംഗ് ക്യൂ ഫോർ ദ റഷ്യൻ റവല്യൂഷൻ, സോഷ്യലിസ്റ്റ് ഐഡിയോളജി സ്റ്റാർട്ടഡ് ടു സ്പ്രെഡ് ഇൻ ഇന്ത്യ ഇൻ 1930s ആൻഡ് ദീസ് ഐഡിയാസ് ഇൻഫ്ലുവൻസ് എ സെഷൻ ഓഫ് കോൺഗ്രസ് ആക്ടിവിറ്റീസ്. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്ര ബോസ്, ജയപ്രകാശ് നാരായണൻ ആൻഡ് അരുണ ആസിഫ് അലി ലെഡ് ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഫ്രാക്ഷൻ വിത്ത് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പോൾ റഷ്യൻ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് സോഷ്യലിസ്റ്റ് ഐഡിയോളജീസൊക്കെ ഇന്ത്യയിലും ആകെപ്പാടെ പരന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഐഡിയാസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അറ്റ് എ മീറ്റിംഗ് ഹെൽഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ജയപ്രകാശ് നാരായൺ ഇൻ ബോംബെ
ഇൻ 1934 ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. അങ്ങനെ 1934 ജയപ്രകാശ് നാരായണൻ്റെ ചെയർമാൻഷിപ്പിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായത്. ദിസ് ന്യൂ ഓർഗനൈസേഷൻ പ്ലേഡ് എ ഡിസിസീവ് റോൾ ഇൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു പുതിയ എന്താ പറയുക ഓർഗനൈസേഷൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ വലിയൊരു പ്രധാനമായിട്ടുള്ളൊരു റോൾ തന്നെ വഹിച്ചിട്ടുണ്ട്. Then Gandhiji and other top leaders of Congress were arrested. Socialist party leaders like Jai Prakash Narayan and Aruna Asaf Ali led the movement from their hideouts. അപ്പോൾ ഗാന്ധിജിയൊക്കെ എന്താ പറയുക ഗാന്ധിജിയൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഈ ഒരു പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ആരൊക്കെയാണ്? ജയപ്രകാശ് നാരായണും അരുണ ആസിഫ് അലിയൊക്കെ ആയിരുന്നു. At various stages of national movement, Subhash Chandra Bose expressed his difference of opinion on Gandhian ideas of struggle. Quitting the Congress, he formed a political party called Forward Bloc. അങ്ങനെ കോൺഗ്രസ് പാർട്ടി ക്വിറ്റ് ചെയ്തിട്ട് നമ്മൾ ആരാണ് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ഒരു പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഹി ടുക്ക് ദ ചാർജ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി ഫോംഡ് ബൈ റാഷ് ബിഹാരി ബോസ് ടു അറ്റൈൻ ഫ്രീഡം ഫോർ ഇന്ത്യ. അങ്ങനെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചാർജ് ആളെ ഏറ്റെടുക്കുകയാണ്. അത് ആരാണ് തുടങ്ങി വെച്ചത്? റാഷ് ബിഹാരി ബോസ് ആയിരുന്നു. ഹി ഫോംഡ് എ പ്രൊവിഷണൽ ഗവൺമെൻറ് ഫോർ ഫ്രീ ഇന്ത്യ ഇൻ സിംഗപ്പൂർ വിത്ത് ദ എയിം ഓഫ് ഫോഴ്സിങ് ദ ബ്രിട്ടീഷ് ടു ക്വിറ്റ് ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യനെ ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ്റിനെയൊക്കെ ഉണ്ടായിരുന്നു. ദ ഇന്ത്യൻ നാഷണൽ ആർമി ഹാഡ് എ വുമൺ വിങ് കോൾഡ് ജാൻസി റെജിമെൻറ്റ്. ക്യാപ്റ്റൻ ലക്ഷ്മി എ കേരളൈറ്റ് വാസ് ഇൻ ചാർജ് ഓഫ് ദിസ് റെജിമെൻറ്റ്. അപ്പോൾ എന്താ പറയുക ഒരു വുമൺ റെജിമെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ ക്യാപ്റ്റൻ ലക്ഷ്മി, അതും ഒരു കേരളൈറ്റ് ആയിരുന്നു അതിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദിസ് ജപ്പാനീസ് ആർമി ദ ഇന്ത്യൻ നാഷണൽ ആർമി മാർച്ച് ടു ദ ഈസ്റ്റ് വെസ്റ്റ് ബോർഡർ ഓഫ് ഇന്ത്യ ആൻഡ് ഹോസ്റ്റ് ദ ഇന്ത്യൻ ഫ്ലാഗ് ഇൻ ഇംഫാൽ. അങ്ങനെ ഇന്ത്യൻ നാഷണൽ ആർമിക്കാർ എന്ത് ചെയ്തു? ഈസ്റ്റ് ടു വെസ്റ്റ് മാർച്ച് ചെയ്തിട്ട് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗൊക്കെ ഉയർത്തുകയാണ് ചെയ്തത്. മൂവ്മെൻറ്റ്സ് ഓഫ് വർക്കേഴ്സ് ആൻഡ് പെസൻസ്. Socialist ideology spread among the Indians after the Russian Revolution led to the formation of various labor and peasant movements in India. അപ്പോൾ നമ്മൾ ഈ സോഷ്യലിസ്റ്റ് ഐഡിയോളജി ഒക്കെ നമ്മളെ ഇന്ത്യ മുഴുവനായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് പറയുന്നത്. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ, ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏർലിയസ്റ്റ് ലേബർ യൂണിയൻസ് എന്ന് പറയുന്നത്. ഇൻ 1920 ദ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC, അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് NM ജോഷി ആൻഡ് ലാല ലജ്പത് റായ്. ദ AITUC ഹാഡ് 3 മെയിൻ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇവർക്ക് മെയിനായിട്ട് 3 കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ടു ഓർഗനൈസ് ആൻഡ് ആക്ട് ആസ് എ വർക്കിംഗ് ക്ലാസ്, ടു ഫെസിലിറ്റേറ്റ് ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ് ടു കോപ്പറേറ്റ് വിത്ത് ദ വർക്കിംഗ് ക്ലാസ് ഔട്ട്സൈഡ് ഇന്ത്യ, ടു പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ എന്താണ് പറഞ്ഞത്? കറക്റ്റായിട്ട് വർക്കിംഗ് ക്ലാസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സൊക്കെ ഓർഗനൈസ് ചെയ്യുക, അത് ആക്ട് ചെയ്യുക, അതുപോലെ തന്നെ കോപ്പറേറ്റ് ചെയ്യുക. വർക്കിംഗ് ക്ലാസ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയുടെ പുറത്തും വർക്കിംഗ് ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ അവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. Because of the tax laws of British, severe exploitation of the Samindas and the low price of agriculture produces, Indian farmers realized the importance of an organized struggle and started peasant movements. അപ്പോൾ ഈ ടാക്സ് ഒക്കെ ബ്രിട്ടീഷുകാർ ഭയങ്കരമായിട്ട് കൂട്ടിയപ്പോഴും പിന്നെ സമീന്ദാസിൻ്റെ എക്സ്പ്ലോയിറ്റേഷനൊക്കെ കാരണം പിന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ ലോ പ്രൈസൊക്കെ കാരണം ഇന്ത്യൻ ഫാമേഴ്സ് മനസ്സിലാക്കുകയാണ് ശരിക്കും നമുക്കിവിടെ ഒരു സ്ട്രഗിളിൻ്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ പെസൻറ്റ് മൂവ്മെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് ഫാമേഴ്സ് മനസ്സിലാക്കുകയാണ്. ദി ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് വിച്ച് വാസ് ലേറ്റർ കോൾഡ് ദ ഓൾ ഇന്ത്യ കിസാൻ സഭ. അപ്പോൾ പണ്ടൊക്കെ കിസാൻ കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് അത് ഓൾ ഇന്ത്യൻ കിസാൻ സഭയായിട്ട് മാറുകയാണ്. അത് വാസ് ഫോംഡ് ഇൻ ലാഹോർ ബൈ ദ എഫേർട്സ് ഓഫ് ലീഡേഴ്സ് ലൈക്ക് NG രംഗ. അപ്പോൾ ഇത് ലാഹോറിലാണ് ഉണ്ടാവുന്നത്. അത് ആരായിരുന്നു ലീഡർ? NG രംഗ എന്ന് പറയുന്ന ആളായിരുന്നു. A farmer's manifesto, which included all the basic demands of Indian peasants, was prepared in All India Kisan Samiti conference held in Bombay. അപ്പോൾ ഒരു ഫാമറിന് വേണ്ട കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. റിഡ്യൂസ് 50% ഓഫ് ലാൻഡ് ടാക്സ് ആൻഡ് ലീസ് ചാർജ്. അപ്പോൾ 50% ടാക്സ് കുറയ്ക്കുക, പിന്നെ ലീസ് ചാർജ് കുറയ്ക്കാനാണ് പറയുന്നത്. റൈറ്റ് ഓഫ് ഡെപ്ത്, ഈ കടങ്ങളെ പറ്റുള്ളതൊക്കെ മാറ്റുക. പിന്നെ ക്യാൻസൽ ഫ്യൂഡൽ ടാക്സ് ക്യാൻസൽ ചെയ്യുക. എൻഷുർ മിനിമം വേജ് ഫോർ അഗ്രികൾച്ചർ വർക്കേഴ്സ്, അത്യാവശ്യം അവർക്ക് ആവശ്യമുള്ള പൈസയെങ്കിലും കൊടുക്കുക. മീൻസ്
കറക്റ്റായിട്ടുള്ള പൈസയെങ്കിലും കൊടുക്കുക. റെക്കഗ്നൈസ് പെസൻറ്റ് യൂണിയൻസിനെ പറ്റിയിട്ട് മനസ്സിലാക്കുക. ഓർഗനൈസേഷൻ ഓഫ് ലാബേഴ്സ് ആൻഡ് ഫാമേഴ്സ് ആൻഡ് ദർ സബ്സിക്വൻറ്റ് പ്രൊട്ടസ്റ്റ് എനർജൈസ്ഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. അപ്പോൾ ലാബേഴ്സിൻ്റെയും ഫാമേഴ്സിൻ്റെയും ഒക്കെ ഈ പ്രൊട്ടസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനെ ഭയങ്കര എനർജി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ദയർ പോളിസി ഓഫ് ഈക്വലി opposing the imperialist policies of British government as well as a feudal system that existed, the India triggered agitation and revolts in various parts of country. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൺട്രിയിൽ തന്നെ കുറേ അജിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ടിബാഗ സ്ട്രഗിൾ, അതെവിടെയാണ് ബംഗാളിലാണ് ഉണ്ടായത്. തെലങ്കാന സ്ട്രഗിൾ ആന്ധ്രാപ്രദേശിൽ. നാവൽ മ്യൂട്ടിനി അതെവിടെയാണ് ബോംബെയിൽ. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. അടുത്തതാണ് ടുവാർഡ്സ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസിലേക്ക് കടക്കുന്ന കാര്യമാണ് കേട്ടോ. ദി സെക്കൻഡ് വേൾഡ് വാർ ലെഡ് ടു ദ കൊളാപ്സ് ഓഫ് ഇമ്പീരിയലിസം ദ വേൾഡ് ഓവർ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ ഇമ്പീരിയലിസം മൊത്തത്തിൽ തകരുകയാണ്. കോൺസിക്വൻറ്റ് ടു ഫിനാൻഷ്യൽ ക്രൈസിസ് ബ്രിട്ടൻ ലോസ്റ്റ് ഇറ്റ്സ് കപ്പാസിറ്റി ടു മെയിൻറ്റെയിൻ കോളനീസ്. അങ്ങനെ എന്തൊക്കെയുണ്ടായ ബ്രിട്ടൻകാർക്ക് അവരുടെ കോളനീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി തന്നെ പോവാണ്. ഇൻറ്റൻസിഫൈഡ് ഫ്രീഡം സ്ട്രഗിൾസ് ഇൻ ദ കോണ്ടിനെൻറ്റ്സ് ഓഫ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക വൺ hand and American and Soviet policy against colonialism on the other forced the British to free India for their clutches. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി, ബ്രിട്ടീഷുകാർ പെട്ടുപോയി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ട വന്നു? നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരേണ്ടി വന്നു. The new British government that came to power under the Labour Party led by Clement Attlee, sympathizer to India, also expedited our independence from colonial rule. അങ്ങനെ പുതിയൊരു ബ്രിട്ടീഷ് ഗവൺമെൻറ് വരികയാണ്. ന്യൂ ബ്രിട്ടീഷ് ഗവൺമെൻറ് ദാറ്റ് കെയിം ടു പവർ അണ്ടർ ദ ലേബർ പാർട്ടി ലെഡ് ബൈ ക്ലെമന്റ് ആറ്റ്ലി. അപ്പോൾ പുതിയൊരു ബ്രിട്ടീഷ് ഗവൺമെൻറ് വരികയാണ്. അതിൻ്റെ ലേബർ പാർട്ടി ലെഡ് ചെയ്തിരുന്നത് ക്ലെമന്റ് ആറ്റ്ലി ആണ്. അങ്ങനെ അത് മാത്രമല്ല, നമുക്ക് ഈ കൊളോണിയൽ റൂളിൽ നിന്നും നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് തരേണ്ടി വരികയാണ്. Meanwhile, the All India League, under the leadership of Muhammad Ali Jinnah, raised claims for a separate country called Pakistan. അപ്പോൾ ഇതിൻ്റെ ഒരു സമയത്ത് എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരു രാജ്യമായിട്ട് പാകിസ്ഥാനെ മാറ്റണം എന്നുള്ളൊരു അവിടെ ഒരു വാദം ഉയരുകയാണ്. Following this, Lord Mountbatten was appointed as the Viceroy of India to deliver freedom to India, addressing the question of partition. അപ്പോൾ അവസാനം എന്താണ്, ഇന്ത്യക്കാർക്ക് ഇത് ശരിക്കും പാർട്ടീഷന് സമ്മതിക്കേണ്ട വരികയാണ്. He argued that the freedom for India was impossible without partition, and to support this argument he prepared a strategy called the Mountbatten Plan. His proposals were follows. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പാർട്ടീഷൻ ചെയ്യാണ്ട് ഫ്രീഡം കൊടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ എത്താണ്. അപ്പോൾ അങ്ങനെ അതിനെ പറയുന്നതാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. അപ്പോൾ എന്തൊക്കെയായിരുന്നു പ്ലാൻ? ടു ഫോം എ സെപ്പറേറ്റ് കൺട്രി ഇൻ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് പെർ മുസ്ലിം വിഷ്. അപ്പോൾ കൂടുതലും മുസ്ലിംസ് ഉള്ളവർക്ക് അത് മുസ്ലിംസിൻ്റെ ഇഷ്ടത്തിന് കൊടുക്കാനാണ് ഒരു കൺട്രി ഫോം ചെയ്യണമെന്ന് പറഞ്ഞത്. ടു ഡിവൈഡ് പഞ്ചാബ് ആൻഡ് ബംഗാൾ. പഞ്ചാബും ബംഗാളും ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ടു കണ്ടക്ട് എ റെഫറൻഡം ടു ഡിറ്റർമൈൻ വെദർ ടു ആഡ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് ടു പാകിസ്ഥാൻ ഓർ നോട്ട്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ഒന്നുകിൽ പാകിസ്ഥാനിക്ക് അല്ലെങ്കിൽ വേണ്ട, അങ്ങനെയൊക്കെ ആക്കണത് ശരിക്കും പാർട്ടീഷൻ ചെയ്യണമെന്ന് ഇവിടെ പറയാണ്. ടു അപ്പോയിൻറ്റ് എ കമ്മീഷൻ ടു ഡിറ്റർമൈൻ ദ ബോർഡേഴ്സ് ഇൻ പഞ്ചാബ് ആൻഡ് ബംഗാൾ. അപ്പോൾ പഞ്ചാബിലും ബംഗാളിലും ബോർഡറൊക്കെ ആക്കാനുള്ള ഒരു കമ്മീഷൻ തന്നെ അപ്പോയിൻറ്റ് ചെയ്യാണ്. വൈൽ ദ കോൺഗ്രസ് ആൻഡ് ഓൾ ഇന്ത്യ ലീഗ് അപ്രൂവ്ഡ് ദിസ് പ്ലാൻ, ദി നാഷണലിസ്റ്റ് ലൈക്ക് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ vehemently opposed it. In 1947, when the British Parliament passed the Indian Independence Act, two free nations, India and Pakistan. അങ്ങനെ 1946 ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അതെങ്ങനെയാണ്, ഇന്ത്യക്കും പാകിസ്ഥാനും നേഷന് ഫ്രീ ആയിട്ട് ഫ്രീഡം കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനുമായി, അത്രയും നാൾ ഇന്ത്യ മാത്രമായിരുന്നു, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അങ്ങനെ ഈ ഫ്രീഡത്തോടു കൂടി ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് മാറുകയാണ്. ജവഹർലാൽ നെഹ്റു ബിക്കം ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അങ്ങനെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അപ്പോൾ സ്വതന്ത്രമായ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് ജവഹർലാൽ നെഹ്റു. സോ ഫാർ വി ഡിസ്കസ്ഡ് ഹൗ ഇന്ത്യൻ freedom struggle become a popular national movement.
Gandhian ideas played a major role in this process. Alternative to his method of struggle also significantly contributed to our independence. In short, the freedom we attained on 15th August 1947 is the outcome of Indian national movement inspired by various streams of ideas and ideologies. അങ്ങനെ കുറേ ആൾക്കാരുടെ പ്രയത്ന ഫലമാണ് നമുക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചു, നമ്മൾ എന്തൊക്കെ സ്ട്രഗിൾസ് ചെയ്തു, എന്തൊക്കെ മൊമെൻറ്റ്സ് ചെയ്തു, അതിനെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഇതിൽ നിന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത പോർഷൻസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്